ആരാണ് തമിഴ്നാട്ടിൽ ഡേർട്ടി പൊളിറ്റിക്സ് കളിക്കുന്നത്? അതിന് ഒരു ടീമേ ഉള്ളൂ ഇന്ത്യയിൽ. അവർ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇന്ത്യക്കൊരു ചരിത്രമുണ്ട്, ഇന്ത്യൻ ഗവർണർമാർക്കൊരു ചരിത്രമുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രി വരെ ഫ്ലോർ ടെസ്റ്റ് കഴിയുന്നതിന് മുമ്പാണ് ഭൂരിപക്ഷം ഇല്ലെങ്കിലും ഒന്നാം കക്ഷിയായിട്ടുള്ള ആളുകൾ വന്ന് ഗവൺമെൻറ് ഫോം ചെയ്യുകയും പിന്നീട് ഫ്ലോർ ടെസ്റ്റിലേക്ക് അവരെ ക്ഷണിക്കുകയാണ് ചെയ്യാറ്. ഇവിടെ ഒരു ഗവർണർ 113 പേരുടെ സമ്മതപത്രം അല്ലെങ്കിൽ സപ്പോർട്ട് ഡിക്ലെയർ ചെയ്തുകൊണ്ട് വിജയ് ഗവർണറെ അപ്രോച്ച് ചെയ്തപ്പോൾ ആ ഗവർണർ ആവശ്യപ്പെടുകയാണ് 118 പേരുടെ കൊണ്ടുപോവാം. ആക്ച്വലി ഒരു വലിയ എക്സ്പെൻസിലൂടെ ഒരു ഗവൺമെൻറ് ഫോർമേഷന് വേണ്ടി, ഒരു ചേഞ്ചിന് വേണ്ടി ഒരു പുതിയ ഇലക്ഷൻ നമ്മൾ നടത്തി. അത് തമിഴ്നാട്ടിലും കേരളത്തിലുമെല്ലാം നടന്നു. തമിഴ്നാട്ടിൽ ആർക്കും ഒറ്റക്കക്ഷിയായിട്ട് ഭൂരിപക്ഷമില്ല. പക്ഷേ വിജയൻ്റെ പാർട്ടി TVK അവിടെ ഒന്നാമത് വരുന്നു. പക്ഷെ ഗവൺമെൻറ് ഫോം ചെയ്യാനുള്ള അല്ലെങ്കിൽ സത്യപ്രതിജ്ഞനുള്ള അവസരം ഗവർണർ തള്ളിക്കളഞ്ഞു. 18 പേരുടെ 2 ദിവസം കൊണ്ട്, 48 മണിക്കൂർ സമയമാണ് കൊടുത്തേക്കണേ. 2 ദിവസം കൊണ്ട് 118 പേരുടെ സപ്പോർട്ട് കൊണ്ടുവരാനാണ് പറഞ്ഞിരിക്കുന്നത്. തികച്ചും നീചമായ പ്രവൃത്തിയാണ്, ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത പ്രവൃത്തിയാണ്. BJPയുടെ എല്ലാ ഡേർട്ടി പൊളിറ്റിക്സും ഇവിടെ വീണ്ടും ഇവർ എന്താണ് വിചാരിക്കുന്നത്? പ്രഷറൈസ് ചെയ്ത് TVK ആയിട്ട് ADIMK ആയിട്ട് BJP അലയൻസുമായിട്ട് ചേർന്ന് അവർക്ക് ഭരിക്കാൻ പറ്റുമെന്നാണോ? ജനം അവരെ തള്ളിക്കളഞ്ഞതാണ്. തള്ളിക്കളഞ്ഞതിനെ വീണ്ടും കൂട്ടിച്ചേർക്കാൻ നോക്കിയാൽ നടക്കില്ല. വിജയാണ് അപ്പർ സൈഡ്. വിജയെ പ്രഷറൈസ് ചെയ്യുക എന്നുള്ള ഒരു പ്ലാൻ പദ്ധതിയുടെ ഭാഗമായിട്ട് ഇതെപ്പോഴാണ് ഇവർ ഈ ഒരു നിലപാടിലേക്ക് മാറിയത്? കോൺഗ്രസിൻ്റെ 5 മെമ്പേഴ്സിൻ്റെ സപ്പോർട്ട് കോൺഗ്രസ് ഡിക്ലെയർ ചെയ്യും. കോൺഗ്രസ് ഭാവിയിൽ അവരായിട്ട് അലയൻസിന് തയ്യാറാണെന്നുള്ള നിലയിലേക്ക് ഇനിയുള്ള വരാനിരിക്കുന്ന ലോക്സഭാ ഇലക്ഷനും പഞ്ചായത്ത് ഇലക്ഷനും എല്ലാം ഒരുമിച്ച് മത്സരിക്കാനുള്ളൊരു തീരുമാനവും ഇതിൻ്റെ കൂടെ അറിയിച്ചത് ഇതുകൊണ്ടാണ് ഇവന്മാരുടെ ഈ ബ്ലാക്ക് മെയിലിംഗ് തന്ത്രം തുടങ്ങുന്നത്. ഇവിടം വരെ പോകുന്നത് നമുക്ക് നോക്കാം, കാത്തിരിക്കാം.